ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നും 25 മാർക്കിലധികം സ്കോർ ചെയ്യാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് റിയാക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. സോ ആദ്യം ആൽക്കഹോൾ, ഫിനോൾസ് ആൻഡ് ഈതേഴ്സ് എന്നുള്ള ചാപ്റ്റർ ആണ്. നോക്കൂ മക്കളെ, ഫിനോളിന്റെ റിയാക്ഷൻസ് ആണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഓഫ് ഫിനോൾ. യെസ്, അപ്പോൾ ഫിനോൾ ആദ്യം നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുക. നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ആണെന്ന് കരുതുക. അവിടുത്തെ ഇലക്ട്രോഫൈൽ ആരാന്നറിയോ? NO2+ ആണ്. ഈ NO2 വന്ന് കയറുന്നത് എങ്ങോട്ടേക്കാണെന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ആദ്യം നിങ്ങൾ പ്രൊഡക്റ്റിലും ഫിനോൾ വരച്ച് വെക്കുക. 2 ഫിനോൾ വരച്ചു. ആൻഡ് NO2 വന്ന് ഓർത്തോയിലേക്കും പാരയിലേക്കും കയറുന്നു. ഓർത്തോയിലേക്കും പാരയിലേക്കും കയറുന്നു. ഓർത്തോ നൈട്രോഫിനോൾ ആൻഡ് പാരാനൈട്രോഫിനോൾ. ആരാണ് മേജർ പ്രൊഡക്റ്റ്? പാരാനൈട്രോഫിനോൾ. ഈസി. യെസ്, ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്നത് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആണെങ്കിലോ മക്കളെ NO2 തന്നെയാണ് വന്ന് കയറുന്നത്. ഇലക്ട്രോഫൈൽ NO2+ തന്നെയാണ്. പക്ഷെ ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ആയിരിക്കും കിട്ടുക. 2 ഓർത്തോ പൊസിഷനിലും 1 പാരാ പൊസിഷനിലും നമ്മുടെ NO2 വന്ന് കയറും. ഈ പ്രൊഡക്റ്റിന്റെ പേര് നിങ്ങൾക്ക് അറിയോ? 2,4,6 ട്രൈനൈട്രോഫിനോൾ അഥവാ പിക്രിക് ആസിഡ് അല്ലെ? പിക്രിക് ആസിഡ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, 2 മാർക്കിന് ചോദിക്കും. ആൻഡ് ഈ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നൈട്രേഷൻ. നൈട്രിക് ആസിഡ് യൂസ് ചെയ്തു. ഓക്കെ, യെസ്. അടുത്ത റിയാക്ഷനിൽ ബ്രോമിനുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. യൂസ് ചെയ്യുന്ന സോൾവെന്റ് ശ്രദ്ധിക്കണം. കാർബൺ ഡൈ സൾഫൈഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കിട്ടാൻ പോകുന്ന പ്രൊഡക്റ്റും വാട്ടർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കിട്ടാൻ പോകുന്ന പ്രൊഡക്റ്റും രണ്ടും രണ്ടാം. അപ്പൊ ആദ്യം പ്രൊഡക്റ്റ് സൈഡിൽ ഫീനോൾ വരച്ചു. ക്വസ്റ്റിന് തന്നിരിക്കുന്ന ഫീനോളിനെ അതേപോലെ വരച്ചു. ഇനി വരാൻ പോകുന്ന ഇലക്ട്രോഫൈൽ Br+ ബ്രോമിനാ വന്ന് കയറുക. എവിടെയായിരിക്കും കയറുക? ഓർത്തോയിലും പാരയിലേക്കും ആണ് കയറുക. അപ്പോൾ ഓർത്തോ ബ്രോമോഫിനോളും പാരാ ബ്രോമോഫിനോളും കിട്ടും. പാരാ പ്രൊഡക്റ്റ് ഈസ് ദ മേജർ പ്രൊഡക്റ്റ്. ഓക്കെ അല്ലേ? ആൻഡ് ഇനി യൂസ് ചെയ്യുന്നത് സോൾവെന്റ് വെള്ളമാണ്. ബ്രോമിൻ വാട്ടർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിലോ എന്തായിരിക്കും കിട്ടുക? ഒറ്റ പ്രൊഡക്റ്റേ ഉള്ളൂ. എടാ, ഫീനോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് അതേപോലെ എടുത്ത് വരയ്ക്കുക. 2 ഓർത്തോ പൊസിഷനിലും 1 പാരാ പൊസിഷനിലും ബ്രോമിൻ ഇട്ട് കൊടുക്കുക. 2,4,6 ട്രൈബ്രോമോഫിനോൾ. 2,4,6 ട്രൈബ്രോമോഫിനോൾ. ആൻഡ് ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഹാലോജനേഷൻ. ബ്രോമിൻ ഹാലോജൻ അല്ലേ? ഹാലോജനേഷൻ. ഓക്കെ, ആൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 നെയിംഡ് റിയാക്ഷൻസ് നോക്കാം. ആദ്യം ഫിനോൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? ക്ലോറോഫോമുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് NaOH. ആൻഡ് ഇതിനെ നമ്മൾ കിട്ടുന്ന ഇന്റർമീഡിയറ്റിനെ ഹൈഡ്രോളൈസ് ചെയ്യുക ആണ്. ഹൈഡ്രോളൈസ് ബേസിന്റെ പ്രസൻസിൽ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് അറിയണോ? ആദ്യം ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫീനോൾ അങ്ങനെ തന്നെ എഴുതി. ഇനി റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ഓർത്തോ പൊസിഷനിലേക്ക് ഒരു CHO ഗ്രൂപ്പ് വന്ന് കയറും. ആൻഡ് ഈ പ്രൊഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് സാലിസിൽ ആൽഡിഹൈഡ്. ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് റൈമർ-ടൈമൺ റിയാക്ഷൻ. 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് റൈമർ-ടൈമൺ റിയാക്ഷൻ. അപ്പോൾ സാലിസിൽ ആൽഡിഹൈഡ് ആണ് കിട്ടുന്ന പ്രൊഡക്റ്റ്. ഇനി നേരെ വാ, യൂസ് ചെയ്യുന്നത് NaOHഉം CO2ഉമാണ്. ആൻഡ് H+ പ്രസൻസിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണെന്നറിയോ? ഓർത്തോ പൊസിഷനിലേക്ക് അവിടെ CHO ആൽഡിഹൈഡിക് ഗ്രൂപ്പ് ആണ് വന്ന് കയറിയതെങ്കിൽ ഇവിടെ COOH ആയിരിക്കും വന്ന് കയറുക. ഓക്കെ, ദ പ്രൊഡക്റ്റ് ഈസ് കോൾഡ് സാലിസിലിക് ആസിഡ്. അത് സാലിസിൽ ആൽഡിഹൈഡ്, ഇത് സാലിസിലിക് ആസിഡ്. ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് കോൾസ് റിയാക്ഷൻ. കോൾസ് റിയാക്ഷൻ എന്നാണ് ഈ റിയാക്ഷനെ വിളിക്കുന്നത്. അപ്പോൾ കോൾസ് റിയാക്ഷനും റൈമർ-ടൈമനും ഒരൊറ്റ സ്റ്റെപ്പിൽ പഠിച്ചു വെക്കുക. ഓക്കെ, ആൻഡ് ഇനി വരുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഫീനോള് സിങ്ക് ഡസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്യാം. സിങ്ക് ഡസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താ പറ്റുക? ഞാൻ ആദ്യത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഫീനോളിനെ അങ്ങനെ എടുത്തു വരച്ചു. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഫീനോളിന്റെ തലയങ്ങ് കളഞ്ഞേക്കാം. OH ഇല്ല, ബെൻസീൻ ആണ് കിട്ടാൻ പോകുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ ഫീനോൾ സിങ്ക് ഡസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്താൽ ബെൻസീൻ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ലാസ്റ്റ് റിയാക്ഷൻ, ഫീനോൾ ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? Na2Cr2O7 ഇൻ പ്രസൻസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. ഫീനോൾ വരച്ചു വെച്ചാൽ മാർക്ക് കിട്ടുമോ? ഇല്ല. ഫീനോൾ അല്ല അവിടെ കിട്ടാൻ പോകുന്ന പ്രൊഡക്റ്റ്. ബെൻസോക്യുനോൺ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ് കിട്ടുക. ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ഓക്സിഡേഷൻ റിയാക്ഷൻ. അപ്പോൾ ഫീനോളിന്റെ എല്ലാ റിയാക്ഷൻസും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നൈട്രേഷൻ പഠിച്ചു, ഹാലോജനേഷൻ പഠിച്ചു, റൈമർ-ടൈമൺ പഠിച്ചു, കോൾസ് പഠിച്ചു, ഓക്സിഡേഷൻ പഠിച്ചു, റിയാക്ഷൻ വിത്ത് സിങ്ക് ഡസ്റ്റ് പഠിച്ചു. ബെൻസീൻ കിട്ടും. ഫീനോളിന്റെ തലയിലെ OH പോകും. അപ്പോൾ അത് ഫീനോൾ അല്ല, ബെൻസീൻ ആണ്. ഓക്കെ, കഴിഞ്ഞു. എത്ര മാർക്കാണ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയെന്ന് മനസ്സിലായോ? യെസ്. ഇനി ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നെയിംഡ് റിയാക്ഷൻസും അല്ലാത്ത റിയാക്ഷൻസും ഒക്കെ ഉണ്ട്. ആൽഡിഹൈഡിൻ്റെയും കീറ്റോണിൻ്റെയും ആസിഡിൻ്റെയും ഒക്കെ പ്രിപ്പറേഷൻ അവിടെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. സോ ആദ്യം നൈട്രൈൽസിൽ നിന്നുള്ള റിയാക്ഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. നൈട്രൈലിൽ നിന്ന് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ അല്ലെങ്കിൽ ആസിഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ 2 വിധത്തിൽ ക്വസ്റ്റ്യൻ വരാം. ഒന്നെങ്കിൽ ആൽഡിഹൈഡിൻ്റെയോ കീറ്റോണിൻ്റെയോ പ്രിപ്പറേഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് എഴുതാം, അല്ലെങ്കിൽ നൈട്രൈലുമായിട്ടുള്ള റിയാക്ഷൻ ചോദിക്കും, അല്ലെങ്കിൽ കൺവേർഷൻ ചോദിക്കാം. ഏത് ചോദിച്ചാലും യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നൈട്രൈൽ എന്ന് പറയുന്നത് RC ട്രിപ്പിൾ ബോണ്ട് N ആണ്.
ആദ്യത്തെ സ്റ്റെപ്പിൽ ഈ RC∼N ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? സ്റ്റാനസ് ക്ലോറൈഡ് ഇൻ പ്രസൻസ് ഓഫ് HCl. ആൻഡ് ഇമീൻ ആണ് കിട്ടുക. കിട്ടുന്ന പ്രൊഡക്റ്റിനെ ഹൈഡ്രോളൈസ് ചെയ്താൽ യു വിൽ ഗെറ്റ് an ആൽഡിഹൈഡ്. ഒന്നുമില്ലടാ, ഈ C∼N എന്തായിട്ട് മാറും? CHO ആയിട്ട് മാറും. ഇവിടെ എന്ത് ഇപ്പൊ ഇവിടെ CH3 C∼N ആണെങ്കിൽ അത് എന്തായിട്ടാ കൺവേർട്ട് ചെയ്യുക? CH3 CHO ആയിട്ട്. C∼N CHO ആക്കി കൺവേർട്ട് ചെയ്താൽ ആൻസർ കിട്ടി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അതിനിടയിൽ ഒരു ഇമീൻ ഫോർമേഷൻ ഒക്കെ ഉണ്ട്, പ്രൊഡക്ട്സ് അറിയുക. ആൻഡ് അടുത്ത സ്റ്റെപ്പിൽ ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ഒരു മിനിറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ റിയാക്ഷൻ ഒരു പേരുണ്ട്. ഈ സ്റ്റാനസ് ക്ലോറൈഡ് HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യുന്ന റിയാക്ഷന്റെ പേരാണ് സ്റ്റീഫൻസ് റിഡക്ഷൻ. സ്റ്റീഫൻസ് റിഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്റ്റീഫൻസ് റിഡക്ഷൻ എന്താണെന്ന് ചോദിച്ചാലും ഇത് എഴുതിയാൽ മതി. ആരുടെ റിയാക്ഷനാണ്? നൈട്രൈലുമായിട്ടുള്ള റിയാക്ഷനാണ്, നൈട്രൈൽ. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ അടുത്ത റിയാക്ഷൻ എന്ന് പറയുന്നത് ഡൈബാൽ എച്ചുമായിട്ട് റിയാക്ട് ചെയ്യുക. ഡൈബാൽ എച്ച് ഓക്കെ ആണോ? അപ്പോൾ ഡൈബാൽ എച്ചുമായിട്ട് റിയാക്ട് ചെയ്ത് കിട്ടുന്ന ഇമീൻ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഹൈഡ്രോളിസിസ് അണ്ടർഗോ ചെയ്യുന്നു. കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താ? സെയിം പ്രൊഡക്റ്റ്, ആൽഡിഹൈഡ് ആയി കിട്ടുക. അപ്പോൾ ഇത് രണ്ടും ആൽഡിഹൈഡിന്റെ പ്രിപ്പറേഷൻ ആണ്. C∼N എന്തായിട്ട് മാറും? CHO ആയിട്ട് മാറും. ബാക്കി ഗ്രൂപ്പ് ഇവിടെ എന്താണോ അതേപോലെ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? ആൻഡ് ഇനി അടുത്ത റിയാക്ഷനിലേക്ക് വാ. ഇതെന്താണെന്നറിയോ? കീറ്റോണിന്റെ പ്രിപ്പറേഷനാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? RC∼N RMgxുമായിട്ട്, RMgx എന്ന് പറഞ്ഞാൽ ആരാണ്? ഇറ്റ്സ് Grignard reagent. Grignard reagentുമായിട്ട് റിയാക്ട് ചെയ്യുക. റിയാക്ട് ചെയ്യുമ്പോൾ മക്കളെ R ഗ്രൂപ്പ് അങ്ങനെ തന്നെ അവിടെ കാണും. ആൻഡ് C∼N എന്തായിട്ട് മാറും എന്നറിയാമോ? C∼O ആയിട്ട് മാറും. ആൻഡ് നമ്മുടെ Grignard reagentലെ R ഗ്രൂപ്പ് ഇങ്ങോട്ടേക്ക് വന്ന് അറ്റാച്ച് ചെയ്യും. സോ യു വിൽ ഗെറ്റ് എ കീറ്റോൺ. കീറ്റോൺ ആണ് നിങ്ങൾക്ക് കിട്ടുക. എങ്ങനെ കീറ്റോൺ കിട്ടും? C∼Nലെ R അവിടെ തന്നെയുണ്ട്. C∼N C∼O ആയി. ആൻഡ് നമ്മുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പിലെ R ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്ത്. ഇതിന്റെ മെക്കാനിസം ഒന്നും അല്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രൊഡക്റ്റ് എഴുതാൻ മിസ് പറഞ്ഞു തരുന്ന കാര്യം മാത്രമാണ്, മെക്കാനിസം ഒന്നും അല്ല കേട്ടോ. യെസ്, ഓക്കെ അല്ലേ? സോ ഇത് എന്തിന്റെ പ്രൊഡക്ഷൻ ആണ്? കീറ്റോണിന്റെ പ്രിപ്പറേഷൻ ആണ്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. അടുത്തത് ആസിഡിന്റെ പ്രിപ്പറേഷൻ ആണ്. എങ്ങനെ? നൈട്രൈലിൽ നിന്നും. എന്താണ്? ഹൈഡ്രോളിസിസ് ആണ്. ഇൻ പ്രസൻസ് ഓഫ് H+ ഒരു OH-. ആൻഡ് അതിനെ വീണ്ടും ഹൈഡ്രോളൈസ് നടത്തുന്നു, ആസിഡ് കിട്ടുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ആൻഡ് നെക്സ്റ്റ് വൺ ഇതാരാണ്? ദിസ് ഇസ് ആസിഡ് ക്ലോറൈഡ്. ആസിഡ് ക്ലോറൈഡുമായിട്ടുള്ള റിയാക്ഷൻസ് ആണ്. സെയിം ആൽഡിഹൈഡിന്റെയും കീറ്റോണിന്റെയും ഒക്കെ പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് ഈ റിയാക്ഷൻസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ റിയാക്ഷൻ ഇങ്ങനെ പഠിക്കുക. ഒരൊറ്റ സ്റ്റെപ്പിൽ ഒരുപാട് റിയാക്ഷൻസ് നിങ്ങൾ പഠിക്കുക. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ആദ്യം നോക്കിക്കോ, ആസിഡ് ക്ലോറൈഡിനെ ഹൈഡ്രോളിസിസ് നടത്തുക. ഹൈഡ്രോളിസിസ് നടത്തിയാൽ എന്തായിരിക്കും കിട്ടുക എന്നറിയാമോ? ആസിഡ് കിട്ടും. ആസിഡ് ക്ലോറൈഡിനെ ഹൈഡ്രോളിസിസ് നടത്തിയാൽ എന്ത് കിട്ടും? ആസിഡ് കിട്ടും. ദാ COCl എന്തായിട്ട് മാറും? COOH ആയിട്ട് മാറും. R ഗ്രൂപ്പ് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇവിടെ CH3 ആയിരിക്കാം, C2H5 ആയിരിക്കാം, അത് അങ്ങനെ തന്നെ എഴുതുക. COCl COOH ആയിട്ട് മാറി. ആൻഡ് അടുത്ത റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തിന്റെ പ്രിപ്പറേഷൻ ആണെന്നറിയോ? കീറ്റോണിന്റെ പ്രിപ്പറേഷൻ ആണ്. കീറ്റോൺ എങ്ങനെ കീറ്റോൺ പ്രിപ്പയർ ചെയ്യാം മക്കളെ? ആസിഡ് ക്ലോറൈഡ്, RCOCl നമ്മൾ വിളിക്കുന്ന പേരാണ് ആസിഡ് ക്ലോറൈഡ്. അത് ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? ഡൈ ആൽക്കൈൽ കാഡ്മിയവുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ്, R2 എന്ന് പറഞ്ഞാൽ രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ് ഉള്ള ഡൈ ആൽക്കൈൽ കാഡ്മിയവുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഓക്കെ ആണോ? അപ്പോൾ ഈ റിയാക്ഷനിൽ ഇവിടെ രണ്ട് RCOCl ഉണ്ട്. ഓക്കെ, ആൻഡ് ഈ രണ്ട് RCOCl ഇങ്ങനെ തന്നെ നിങ്ങൾ എഴുതുക. ഓക്കെ, രണ്ട് COCl എഴുതരുത്, CO ഇങ്ങനെ തന്നെ എഴുതുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഈ R2CD ഡൈ ആൽക്കൈൽ കാഡ്മിയത്തിന്റെ ആറും കൂടി ഇങ്ങോട്ട് എഴുതിയാൽ കീറ്റോൺ കിട്ടി. ഒന്നുമില്ലാതെ ഈ CD-യും Cl2-നെയും കൂടി അങ്ങോട്ട് കളഞ്ഞാൽ മതി. നോയിക്കോടാ, നമ്മുടെ CD-നെയും Cl2-നെയും അങ്ങോട്ടേക്ക് കളഞ്ഞാൽ ബാക്കി കിട്ടുന്ന RCOR, അതാണ് നമ്മുടെ കീറ്റോൺ. RCOR ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഈ റിയാക്ഷനിൽ. അപ്പൊ രണ്ട് RCOR, ഇവിടെയും രണ്ട് R ഉണ്ട്. ഓക്കെ അല്ലേ? യെസ്. ആൻഡ് അടുത്ത റിയാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നെയിംഡ് റിയാക്ഷൻ ആണ്. ആസിഡ് ക്ലോറൈഡ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്. ഇൻ പ്രസൻസ് ഓഫ് ആരുടെ പ്രസൻസിൽ? കാറ്റലിസ്റ്റ് ഉണ്ട്, പല്ലേഡിയം ഓവർ ബേരിയം സൾഫേറ്റ്. അത് രണ്ടും എഴുതി വെച്ചാലേ മാർക്ക് കിട്ടും. വെറുതെ പല്ലേഡിയം ഇട്ടാൽ കിട്ടില്ല. ഓക്കെ അല്ലേ? അപ്പൊ എന്തായിരിക്കും പ്രൊഡക്റ്റ് കിട്ടുക എന്നറിയുമോ? RCHO. ഓക്കെ ആണോ മക്കളെ? ക്ലിയർ ആണോ? നമുക്ക് അടുത്തതിലേക്ക് പോവാം. യെസ്.
ആൻഡ് നെക്സ്റ്റ് വൺ, ഈ റിയാക്ഷൻ ഒരു പേരുണ്ട്, റോസൻമൺസ് റിഡക്ഷൻ. റോസൻമൺസ് റിഡക്ഷൻ മക്കളെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. റോസൻമൺസ് റിയാക്ഷനും സ്റ്റീഫൻ റിയാക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആസിഡ് ക്ലോറൈഡിൽ നിന്നും ആൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡാണ് എന്ത്? റോസൻമൺസ് റിഡക്ഷൻ. ഓക്കെ, ഇനി ആസിഡ് ക്ലോറൈഡിൻ്റെ അടുത്തൊരു റിയാക്ഷനും കൂടിയുണ്ട്. എന്താണ്? ആസിഡ് ക്ലോറൈഡ് ബെൻസീനുമായിട്ട് റിയാക്ട് ചെയ്യുക. ബെൻസീനും ആസിഡ് ക്ലോറൈഡും റിയാക്ട് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക? അവിടെ ആരുണ്ട്? അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ഉണ്ട്. ഒന്നുമില്ല, ഈസിയാണ്. ഈ ബെൻസീൻ അങ്ങനെ നിങ്ങൾ വരയ്ക്കുന്നു. ബെൻസീൻ അങ്ങനെ വരച്ചിട്ട് നമ്മുടെ ഇവിടുത്തെ RCO ഗ്രൂപ്പ് ഇങ്ങോട്ടേക്ക് വരും. കണ്ടോ? ബെൻസീനിലേക്ക് ഈ Cl പോയിട്ട് ഈ Cl നിങ്ങൾ കളഞ്ഞിട്ട് ഈ Cl നമുക്ക് വേണ്ട, ഈ COR ഗ്രൂപ്പ് ബെൻസീനിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്താൽ മതി. ഇതാ COR ബെൻസീനിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്തു, പ്രൊഡക്റ്റ് കിട്ടി. ഓക്കെ അല്ലേ? പ്രൊഡക്റ്റ് എന്താണ്? പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു കീറ്റോൺ ആണ്. അപ്പൊ കീറ്റോണിന്റെ പ്രിപ്പറേഷൻ എഴുതാൻ പറഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ കിട്ടി കീറ്റോണിന്റെ 2 പ്രിപ്പറേഷൻ. ആസിഡ് ക്ലോറൈഡിൽ നിന്ന് തന്നെ കീറ്റോണിന്റെ 2 പ്രിപ്പറേഷൻ നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, ഇത് റിയാക്ഷൻ വിത്ത് ബെൻസീൻ. ബെൻസീൻ്റെ റിയാക്ഷൻ ആണ്. ബെൻസീൻ ആസിഡ് ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. ബെൻസീൻ്റെ റിയാക്ഷൻ ആണ്. ഓക്കെ, യെസ്. ആൻഡ് നെക്സ്റ്റ് വൺ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ സ്ഥിരം ആൽക്കഹോളിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈസി ആയിട്ട് 2 മാർക്ക് കിട്ടും. മക്കളെ ഇത് ഏത് ആൽക്കഹോളാ? CH3CH2OH എഥനോൾ അല്ലേ? എന്താണിത്? എഥനോൾ ആണ്. എഥനോൾ സൾഫ്യൂറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ് അറ്റ് 443 കെൽവിൻ. 443 കെൽവിനിൽ റിയാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നതെന്ന് അറിയുമോ? യു വിൽ ഗെറ്റ് ആൽക്കീൻ. എത്തീൻ ആണ് കിട്ടാൻ പോകുന്നത്. എത്തീൻ. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇന്നത്തെ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈസിയാണത്. യെസ്. ആൻഡ് ഇതേ എഥനോള് സൾഫ്യൂറിക് ആസിഡുമായിട്ട് തന്നെ റിയാക്ട് ചെയ്യുകയാണ് 413 കെൽവിൻ. 413 കെൽവിനിലാണെങ്കിൽ എന്തായിരിക്കും കിട്ടാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് അറിയാമോ? ഇറ്റ്സ് ആൻ ഈത്തർ. CH3 CH2 O CH2 CH3 ഈത്തർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ ഇവിടെ കിട്ടിയ പ്രൊഡക്റ്റ് ആൽക്കീൻ ആണ്. ആൻഡ് ഇവിടെ കിട്ടിയ പ്രൊഡക്റ്റ് ഇസ് ആൻ ഈത്തർ. എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്, ആൽക്കീൻ ആണോ ഈത്തർ ആണോ? ടെമ്പറേച്ചർ മാറുമ്പോൾ എന്താണ് കിട്ടാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് അറിഞ്ഞു വെക്കുക. ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ എന്നാണ് റിയാക്ഷൻ അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഡീഹൈഡ്രേഷൻ ചോദിക്കും. എഥനോളിന്റെ ഡീഹൈഡ്രേഷൻ പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദിക്കും. ഇറ്റ്സ് എൻ ആൽക്കീൻ. ഓക്കെ അല്ലേ? സോ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി റിയാക്ഷൻസ് ഒക്കെ ആയിട്ട് ഈവനിങ്ങിലെ ലൈവ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് ഒക്കെ ചെയ്യുക. വളരെ അടിപൊളിയായിട്ട് എക്സാം എഴുതി എക്സാമിൻ്റെ അഭിപ്രായമൊക്കെ അറിയിക്കുക. സീ യു.